പ്രധാന വാർത്ത 2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബ്രസീലിയൻ മോഡലായ യുവതിയുടെ ചിത്രം ഉപയോഗിച്ച് വോട്ട് ചേർത്തുവന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ പ്രതികരണവുമായി ബ്രസീലിയൻ മോഡൽ രംഗത്ത് വന്നിരിക്കുന്നു. കൂടുതൽ പ്രതികരണത്തിലേക്ക് കടക്കുകയാണ്. പ്രതികരണവുമായി ബ്രസീലിയൻ മോഡൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ആദ്യം ആ പ്രതികരണം ഒന്ന് കേൾക്കാം. Vou contar fofoca. Gente, estou usando uma foto minha, antiga. A foto é velha, tá? Eu tava novinha na foto, devia ter uns 20 anos, 18 anos. Tô usando a foto minha pra fazer, eu não sei se é uma eleição, alguma coisa de voto que tem que votar. E na Índia... Tô me colocando como indiana pra dar golpe nos outros, gente. Olha que loucura. Que doideira é essa que mundo nós estamos vivendo? Aí um repórter me chamou, querendo saber sobre esse trem, ligou lá no salão, no meu emprego, querendo conversar comigo pra entrevista. Aí eu não respondi. Falei pra Tatá não passar meu número e tal. O cara achou meu Instagram, me chamou no Instagram. Agora uma outra pessoa que não tem nada a ver com o assunto, uma amiga minha de outra cidade, me manda uma foto. Vou colocar aqui pra vocês, aqui embaixo pra vocês verem. Aqui. Vocês não vão acreditar. Hoje. സ്പാനിഷ് ഭാഷയിലുള്ള പ്രതികരണമാണ് ബ്രസീലിയൻ മോഡലായ യുവതി എക്സിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ബ്രസീലിയൻ മോഡൽ ലാരിസ എന്നാണ് വനിതയുടെ പേരെന്നുള്ളതാണ് സമൂഹ മാധ്യമത്തിൽ സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു രത്നച്ചുരുക്കം, പ്രതികരണത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറയുന്നത് തൻ്റെ ചിത്രം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തതിൽ നടുക്കമുണ്ടായി എന്നുള്ളതാണ് ആ യുവതി പറയുന്നത്. ആ ഒരു നടുക്കം പ്രകടിപ്പിച്ചാണ് ലാരിസ സംസാരിക്കുന്നത്. പ്രധാനമായും സ്പാനിഷ് ഭാഷയല്ല, പോർച്ചുഗീസ് ഭാഷയാണത്. പോർച്ചുഗീസ് ഭാഷയിൽ സംസാരിക്കുന്നൊരു വീഡിയോ ആണ്. ഒരു പഴയ ചിത്രം, അതായത് ഈ ഒരു മോഡലിൻ്റെ പഴയ ചിത്രം ഉപയോഗിച്ച് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി ഉപയോഗിച്ചു. തന്നെ ഇന്ത്യക്കാരിയായി ചിത്രീകരിച്ച് അവർ തമ്മിൽ പോരാടുകയാണ്. ആ ഫോട്ടോ എന്ന് പറയുന്നത് താൻ ചെറുപ്പമായിരുന്ന കാലത്ത് പകർത്തിയതാണ്. ഒരു റിപ്പോർട്ടർ തൻ്റെ ജോലി സ്ഥലത്ത് ബന്ധപ്പെടുകയും ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് അഭിപ്രായം തേടി ഇൻസ്റ്റഗ്രാമിൽ സമീപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങളെല്ലാവരും ഈ ഒരു മോഡലിനെ തേടുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിലൊരു മാധ്യമ പ്രവർത്തകൻ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ബന്ധപ്പെട്ടു എന്നുള്ളതും കൂടിയാണ്. അതിനെക്കുറിച്ച് അഭിപ്രായം ആരാഞ്ഞു എന്നുള്ളതും കൂടിയാണ് ആ ഒരു യുവതി, ആ ഒരു ബ്രസീലിയൻ മോഡൽ ആ യുവതി പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ എക്സിൽ ഈ ഒരു പ്രതികരണം പ്രധാനമായിട്ടും ഉണ്ട്. എക്സിലൂടെയാണ് ആ ഒരു വീഡിയോ പ്രതികരണം ഉണ്ടായത്. പക്ഷേ ആ ഒരു വീഡിയോയിലുള്ള വനിത തന്നെയാണോ രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ച ചിത്രത്തിലെ വ്യക്തി എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ആ ഒരു വ്യക്തി തന്നെ, ആ ഒരു യുവതി തന്നെ പറയുന്ന ഒരു സാഹചര്യമാണ്. യുവതി പ്രതികരിച്ച ആ ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അടക്കം കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം കൂടിയാണ്. അതിൽ കാണിക്കുന്ന ആ ഒരു യുവതി താനാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടുകയാണ് ആ ഒരു യുവതി എന്നുള്ളതും കൂടിയാണ്. അതായത് 10 ബൂത്തുകളിലായി 22 വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു ബ്രസീലിയൻ യുവതിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഈ യുവതിയുടെ ഫോട്ടോ, ഈ ബ്രസീലിയൻ മോഡലിൻ്റെ ഫോട്ടോ ഉപയോഗിച്ച്, ആ ചിത്രം ഉപയോഗിച്ച് അത്തരത്തിൽ ഇലക്ഷൻ ID ഉണ്ടാക്കി 10 ബൂത്തുകളിൽ ചെന്ന് 22 വോട്ടുകൾ ആ വോട്ടർ ID ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ തൻ്റെ ആ ഒരു ചിത്രം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒരു നടുക്കത്തിലാണ് താൻ. ആ നടുക്കം പ്രകടിപ്പിച്ചിരിക്കുകയാണ് യുവതി ആ വീഡിയോയിലൂടെ.